എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ചപ്പാത്തിയാണ്, ഹെൽത്തി ആയിട്ടുള്ളത്, അവക്കാഡോ ചപ്പാത്തി. അത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ആട്ട ഫ്ലോർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അവക്കാഡോയും. നമുക്കിനി അവക്കാഡോ എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആട്ട ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പൂൺ മാറ്റിയിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇപ്പോൾ ചപ്പാത്തിയുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ ഡോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ബോളുകളാക്കി എടുക്കാം. എല്ലാം ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നെടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പം കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ നന്നായിട്ട് ഇപ്പം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അവക്കാഡോ ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഞാനിതിവിടെ സെർവ് ചെയ്തേക്കുന്നത് രാജ്മ കറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്